ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ പോണു. അപ്പോൾ ഇതുണ്ടോ പന്തളിക്കുന്ന കുട്ടികളാട്ടോ ഇതൊക്കെ. വൈകുന്നേരമായ പന്തല് പാടത്ത്. പിന്നെ അതിൽ നായ്ക്കൾ നാടുണ്ട് കേട്ടോ, കുറേ കിടക്കുന്നു. അപ്പോൾ വൈകുന്നേരമായ അവർ നല്ല കളിയാണ് പാടത്ത്. എപ്പോഴും ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾ കുട്ടിക്കല്ലേ, വലിയ ആൾക്കാരും ഉണ്ടായില്ല, ചെറിയവരും ഉണ്ട്, കുട്ടികളും ഉണ്ട് കേട്ടോ കളിക്കുന്നത്. ഒന്ന് കളിക്കണം കണ്ടിട്ടില്ല. വൈകുന്നേരം നേരത്തെ മാതിരി ഞങ്ങൾ ആർപ്പിൻ്റെ മുകളിൽ കയറി നോക്കിയതാണ്. മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷെ മഴയൊന്നും പെയ്യണമെന്നൊന്നുമില്ല അല്ലേ? മഴക്കാറൊക്കെ ഇല്ല. അതല്ല നല്ല ചൂടാട്ടോ. വാർപ്പിൻ്റെ മുകളിൽ ഇപ്പോഴും നല്ല ചൂടുണ്ട്. ഞാൻ വെറുതെ കയറിയത്. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ എടുത്തതാണ്. ഞങ്ങളൊന്ന് കണ്ടിരിക്കുന്നത് കളിയൊക്കെ ചെക്കന്മാർ. അവിടെ നായ്ക്കൾ തുണക്ക് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ അവിടെ ഇതൊരു കറുപ്പ് കിടക്കുന്നു. അപ്പം ഞാനിങ്ങനെ വാർപ്പിൻ്റെ മുകളിൽ കരടൊന്നും അധികമല്ല. അന്ന് ഞാൻ മഴ വരുന്നുണ്ടപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചൂരിയതാട്ടോ. അപ്പം പിന്നെ ഞങ്ങൾക്ക് മാങ്ങ കാണിച്ചു തരാം കേട്ടോ. അന്നത്തെ ഞങ്ങളെ വാർപ്പിൻ്റെ മുകൾക്കുള്ള മാങ്ങ കേട്ടോ. ആണല്ലേ മാങ്ങ? ഞങ്ങൾ വാർപ്പിൻ്റെ മുകളിലേക്കാണ് നിൽക്കുന്നത് കേട്ടോ. അതാ കയ്യോണ്ട് പിടിച്ച് നിൽക്കുക കേട്ടോ. അതാ കാണാണ്ടോ? അപ്പം ഞങ്ങൾക്ക് നല്ല മാതിരി കേട്ടോ. ഇതുണ്ടോ മാങ്ങ പൊട്ടിക്കാനൊക്കെ ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പൊട്ടിച്ചിട്ടോ, കറിയിലിടാൻ അങ്ങനെയൊക്കെ ഉണ്ടോ. കാണാണ്ടോ? നല്ല ഭംഗിയില്ലേ? ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയല്ലേ മാങ്ങ. നമുക്കതങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിൽക്കും പോലെ തന്നെയാണ് അതുകൂടെ നിൽക്കുന്നത്. അവരിവിടുത്തെ മരം കേട്ടോ. അതധികമൊന്നുമില്ല, കുറച്ച് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ ഞാൻ കുറേ വട്ടം കാണിച്ചു. എന്നാലും ഞാൻ ഒന്നും കൂടി കാണിച്ചത് കേട്ടോ നിങ്ങൾക്ക്. പന്ത് കളിക്കാരെ അങ്ങനത്തെ വാർപ്പിൻ്റെ മുകളിൽ ചപ്പൊന്നും അധികം കേട്ടോ. അപ്പം ഞാൻ അടിച്ചോരണമൊന്നുമില്ല ഇപ്പോൾ, പിന്നെ അടിച്ചോരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണം. നായ്ക്കൾ വിടുന്നു. അവിടെ ഒരുപാട് നായ്ക്കളുണ്ട് കേട്ടോ. ആൾക്കാർ കൊടുന്ന് വിടുക തോന്നുന്നു. പല സ്ഥലത്തുനിന്ന് നായ്ക്കളുടെ ശല്യം കാരണം